ആവേശം വീണ്ടും അതിൻ്റെ ഗാംഭീര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് വർണ്ണാഭമായ കാഴ്ചയാണ്, കുടമാറ്റമാണ്. തെക്കോട്ടിറക്കത്തിൻ്റെ ഭാഗമായ ആനകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. മധു, ആനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് നമ്മൾ ഈ പറയുന്ന ആകാംക്ഷയുടെ നിമിഷങ്ങൾ. ഏതൊക്കെയാണ് സസ്പെൻസുകൾ ഒന്നൊന്നായി അങ്ങനെ പൂരപ്രേമികൾക്ക് മുന്നിലേക്ക് വെളിവാകുന്ന നിമിഷങ്ങളല്ലേ? മധുവേട്ടൻ റെഡിയാണ്, ഞാനും ഉണ്ട്. എന്തായാലും ഗജവീരന്മാർ പുറത്തേക്ക് വന്നു. കാണാലോ, ദൃശ്യങ്ങളിൽ കാണാലോ, ആളുകൾ ഇങ്ങനെ ആർത്തിരമ്പുവാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗജവീരന്മാരെ കാണുമ്പോൾ അതിൻ്റെ ആവേശം, പിന്നെ ആ ഗജവീരന്മാർക്ക് മുകളിലേറാൻ പോകുന്ന കുടകളിൽ എന്തൊക്കെ കൗതുകം, എന്തൊക്കെ വിസ്മയം എന്നറിയാനുള്ള ആകാംക്ഷ. അങ്ങനെ എല്ലാവരും തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മേളമുണ്ട്, വാദ്യമുണ്ട്. തീർച്ചയായും വർണ്ണത്തിൻ്റെ ഏറ്റവും മനോഹര രൂപങ്ങളായ കുടമാറ്റത്തിനുള്ള ആ ചടങ്ങിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്ക്. മധുവേട്ട, ഇനി വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ? ഈ ആനകൾ, പാറമേക്കാവിൻ്റെ ഈ ആനകൾ, ഗുരുവായൂർ നന്ദൻ്റെ മുകളിൽ പാറമേക്കാവ് ഭഗവതി, അത് ഇരട്ടച്ചിറ തേവരെ ഒന്ന് വന്ദിക്കുക എന്ന സങ്കല്പത്തിൽ തെല്ലുദൂരം പോയി തിരിച്ച് എത്തി വീണ്ടും തെക്കേ ഗോപുരത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും തിരുവമ്പാടി എത്തുന്നു. ഇരുവിഭാഗവും ചേർന്നുള്ള ആ വലിയ ആഘോഷത്തിൻ്റെ, ആ കുടമാറ്റത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. ദിവിഷ സ്വപ്നത്തിൻ്റെ വേട്ടക്കാരായി മാറുകയാണ് ഇവിടെ ഇരു ദേവസ്വങ്ങളും. മറുഭാഗം കാണുന്ന സ്വപ്നങ്ങളെന്ത്, അത് വേട്ടയാടണം, അതിന് മറുപടി പറയണം. ആ വിധത്തിലുള്ള സ്വപ്നവേട്ടക്കാരുടെ ആ കാഴ്ചപ്പാടോടുകൂടി സൗന്ദര്യാസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് തൃശ്ശൂരിനെ കൊണ്ടുപോകുന്ന ഒരു പകലറുതി ഇതാ നമുക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ 75 വർഷത്തോളമായി തൃശ്ശൂർ ലോകത്തിന് മുന്നിൽ സമ്മാനിക്കുന്ന എല്ലാം ഒന്ന്, ആകാശവും ഭൂമിയും ഒന്നായിത്തീരുന്ന ആ അത്യപൂർവമായ വർണ്ണത്തിൻ്റെ, അത്യപൂർവമായ കാഴ്ചയുടെ, നടവാദ്യത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ഒരു സമന്വയത്തിന് ഇതാ തൃശ്ശൂരിൻ്റെ തെക്കേ ഗോപുര നട ഒരിക്കൽ കൂടി അരങ്ങേറുകയാണ്. അത് കാണാൻ ആളുകൾ ഇരമ്പുകയാണ്. ദിവിഷ്, ഒരു വട്ടം കൂടി. അതുകൊണ്ടാ ലോകത്തൊരിടത്തും കലാകാരന്മാർ ഇത്രയധികം മത്സരം നേരിടുന്നു, ഇത്രയധികം സമ്മർദ്ദം നേരിടുന്ന ഒരു സ്ഥലമുണ്ടാവില്ലെന്നു. കാരണം ഓരോ വർഷം നമ്മളിപ്പോൾ ഈ കാണുന്ന 1.5 മണിക്കൂർ നീളുന്ന ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഒരു വലിയ കാഴ്ചയാണെങ്കിൽ ആ 1.5 മണിക്കൂറിലേക്ക് ആളുകളെ ഇത്രയേറെ ആവേശിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ആകർഷിച്ച് അവരെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ആരവം ത്തിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് ഏകദേശം 1 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെയാണ്. ഈ പൂരം കഴിയുന്നേ ഉള്ളൂ. പൂരം നാളെ പകൽപ്പൂരത്തോടുകൂടി കഴിയുന്നു എന്നേ ഉള്ളൂ. തൃശ്ശൂരുകാർക്ക്, അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വത്തിനും പാറമേക്കാവ് ദേവസ്വത്തിനും അതിൻ്റെ അണിയറക്കാർക്കും അല്ലേ, അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പിന്നെ അടുത്ത പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. അടുത്ത കാത്തിരിപ്പല്ല, ജോലികൾ തുടങ്ങിയാണ്. എന്തൊക്കെ ഇന്ന് ഈ കഴിയുന്ന കുടമാറ്റങ്ങളുടെ ആ കുടകളിലെ പ്രത്യേകതകളിൽ നിന്ന് അടുത്ത പടിയിലേക്ക് എന്ത്, അടുത്ത കൗതുകം എന്ത്, അടുത്ത വിസ്മയം എന്ത്, അടുത്ത നിറമെന്ത്, അടുത്ത പരീക്ഷണം എന്ത്, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോവുകയാണ്. അതാണ് ലോകത്തൊരിടത്തും ഈ കലാകാരന്മാർ ഇത്രയധികം മത്സരം നേരിടുന്നുവെങ്കിൽ അത് തൃശ്ശൂരിൽ മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ വലിയ മത്സരമാണ്. തിരുവമ്പാടിയിൽ സ്വപ്നവേട്ട എന്ന് പറയുന്ന പോലെ 2 വിഭാഗത്തിൻ്റെയും സ്വപ്നങ്ങളെ വേട്ടയാടുകയാണ്. പക്ഷേ ആ വേട്ട ഏറ്റവും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാഴ്ചയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നതാണ്. ആ വേട്ടയ്ക്ക് വേണ്ടിയാണ്, ആ സ്വപ്നത്തിൻ്റെ വേട്ടയ്ക്ക് വേണ്ടിയാണ്, വർണ്ണങ്ങളുടെ വേട്ടയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മധുവേട്ട, തൃശ്ശൂർക്കാരെന്ന് വിചാരിക്കുന്നുണ്ട് ദിവിഷെ, കിഴക്കൻ മലനിരകളിൽ വൃക്ഷത്തലപ്പുകൾ ആടുന്നത് അത് ഈ പൂരത്തിന് താളം പിടിച്ചുകൊണ്ടാണ് എന്ന് തൃശ്ശൂർക്കാർ ഇന്ന് സങ്കല്പിക്കുന്നുണ്ട്. ഈ ആകാശമാരുതനൊന്ന് പതുക്കെ ചലിക്കുന്നത് ഈ പൂരത്തിനെത്തി കാറ്റ് വീശാൻ വേണ്ടിയാണ് എന്ന് സങ്കല്പിക്കുന്ന ദിവസമാണിത്. ഈ ചൂടിനെ തൃണവൽഗണിച്ചുകൊണ്ട് കടന്നു വന്ന ജനതതി അതിൻ്റെ ആ മുഴുവൻ ആരവങ്ങളും നൽകുന്നത് നമ്മൾ കണ്ടു. അത് അതിൻ്റെ ആ പൂർത്തിയിലേക്ക് എത്താൻ പോകുന്ന ആ കാഴ്ചയാണ്. അത് ഇവിടെയൊന്നും തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ദിവിഷ, കാഴ്ചയുടെ ആ ആദ്യഘട്ടം മാത്രമാണുള്ളത്. ഈ നടവാദ്യത്തിനപ്പുറത്ത് മേളം തുടങ്ങുമ്പോഴേക്കും അതിഗംഭീരമായ മറ്റൊരു സായാഹ്നം കൂടി തൃശ്ശൂർ ഇതാ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ ഒരുങ്ങുന്നു. ഈ ഓരോ കരിവീരന്മാർക്കും പുറത്ത് ആലവട്ടവും വെഞ്ചാമരവും കുടയുമായി നിൽക്കുമ്പോൾ അത് വലിയ ഒരു ആനന്ദത്തിൻ്റെ, ആവേശത്തിൻ്റെ, ആഘോഷത്തിൻ്റെ പൂരമായി മാറുന്നു. മേടത്തിലെ പൂരം നക്ഷത്രം ഇന്ന് കൺതുറക്കുന്നത് തൃശ്ശൂപേരൂരിൻ്റെ മണ്ണിൽ ശക്തനൊരുക്കിയ ഈ മഹാവിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. ആ പൂരനക്ഷത്രം പോലും അങ്ങ് മാനത്ത് ഇന്ന് കൺതുറക്കുന്നത് ഈ പൂരക്കാഴ്ചകൾക്ക് വേണ്ടിയാണ്. ദിവിഷ്.
നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന തൃശ്ശൂരിൻ്റെ ഈ പൂര പാരമ്പര്യത്തിന് അതിനേറ്റവും പൊലിമ നൽകുന്ന മേളത്തിൻ്റെയും വാദ്യത്തിൻ്റെയും പൊലിമ നമ്മൾ കണ്ടു തീർന്നതേയുള്ളൂ. ഇപ്പോൾ ദൃശ്യത്തിൻ്റെ പൊലിമയാണ്. മേളങ്ങളും വാദ്യങ്ങളും അതിനൊപ്പം ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ കണ്ണുകൾ, ഇനിയുള്ള ഈ നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ, ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികളുടെയും കണ്ണുകൾ ആ ഗജവീരന്മാരുടെ ശിരസ്സിന് മുകളിലേക്കാണ് ഉയരുന്നത്. അവിടെ ഉയരുന്ന കുടകളിൽ എന്തൊക്കെയാണ് അവർ പതുക്കി വച്ചിരിക്കുന്നത്, രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. വളരെ നേരത്തെ അതുകൊണ്ട് പറഞ്ഞു രാമച്ചത്തിൻ്റെ കുടയുണ്ട്, അത് കഥകളി രൂപമാണെങ്കിൽ അത് പുറത്തുവിടുന്ന ഒരു രഹസ്യമാണല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇതറിഞ്ഞാൽ മതി, ഇതറിഞ്ഞോളൂ, ഇങ്ങനെ ഒരു കൗതുകമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് 100 1000 ഇരട്ടിയുള്ള കൗതുകം ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയൊരു ചെറിയ കാര്യം നമ്മളോട് പറയുന്നത്. അപ്പോൾ അവസാനത്തെ 15 കുടകൾ അല്ലെങ്കിൽ ഇടവിട്ട് വരുന്ന 15 കുടകളിലാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് എലമെന്റ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണ മെസ്സി ആയിരുന്നു. അത് ലോകത്തെ മുഴുവൻ തന്നെ സത്യത്തിൽ അർജന്റീനക്കാരെ പോലും ഞെട്ടിച്ച ഒരു കുടയായിരുന്നെങ്കിൽ ഇന്ന് ഏത് രീതിയിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പൂരപ്രേമികളെയാകെ ലോകത്താകമാനമുള്ള പൂരസ്നേഹികളെ മുഴുവൻ അത്ഭുതപ്പെടുത്താൻ പോകുന്നതെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഗജവീരന്മാർ ഇതാ നിരന്നു നിൽക്കുകയാണ്. പാറമേക്കാവ് ഭഗവതി ഗജവീരന്റെ മുകളിലേറി തിടമ്പിലേറി അങ്ങനെ നിൽക്കുന്നു. ബാക്കിയുള്ള ഗജവീരന്മാരും അതിന് അകമ്പടിയായി കാത്തു നിൽക്കുന്നു. അകമ്പടിയായി മേളമുണ്ട്, അതിലേറെ അകമ്പടിയായി പൂരാവേശമാണ്. ആവേശത്തിന്റെ കൈകൾ മേലിലേക്ക് ഉയരുന്നു. ഞങ്ങളിതാ വന്നിരിക്കുന്നേ വടക്കുനാഥന് മുന്നിൽ, ലോകത്തിന് അഭിമാനമാകുന്ന, ലോകത്തിന് മുഴുവൻ അസൂയ തോന്നുന്ന കാഴ്ചയിലേക്ക് മലയാളത്തിന്റെ പെരുമ, തൃശ്ശൂർ സാംസ്കാരിക നഗരി എന്ന മലയാളത്തിന്റെ പെരുമ ഈ നഗരമധ്യത്തിൽ വടക്കുന്നാഥന്റെ മുന്നിൽ എല്ലാ ദേവീ ദേവന്മാരും ഒരുമിക്കുന്ന ഈ സംഗമഭൂമിയിൽ വർണ്ണവിസ്മയങ്ങളുടെ ദൃശ്യ കൗതുകത്തിന്റെ കാഴ്ച ഇതാ ഇനി അല്പനിമിഷങ്ങൾ മാത്രമാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ മുന്നിലേക്ക് ഗജവീരന്മാർ മന്ദം നടന്നു വരുന്ന കാഴ്ചകൾ പോലും അതിമനോഹരമാണ്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറി വരുമ്പോൾ കണ്ട ആരവം. ആ ആരവത്തിൻ്റെയും എത്രയോ 10 മടങ്ങാണ് ഇപ്പോൾ ഇത്രയേറെ ഗജവീരന്മാർക്കും ഈ കുടമാറ്റത്തിൻ്റെ ആരാധകരായ തൃശ്ശൂരിലെ യുവത്വം എന്ന് പറയാൻ കഴിയില്ല, എല്ലാവരും യുവത്വത്തിൻ്റെ അതേ വൈബിലാണ് ഇപ്പോൾ ഈ പൂരനഗരിയിലുള്ളതല്ല. 6 വയസ്സുള്ളവർ കുഞ്ഞും 60 വയസ്സുള്ള അല്ലേ വയോജനങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അവർക്കും ഒരുപോലെ പൂരാവേശം. ഈ ചൂടിനെയൊക്കെ പോ സൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഈ പൂരാവേശം ഇവിടെ കാണുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾ തൃശ്ശൂരിന്റെ പൂരം കാണാൻ, ലോകത്തിന്റെ പൂരം കാണാൻ ഇതാ അണിനിരക്കുന്ന ആ കുടമാറ്റത്തിന്റെ നടുവിലേക്ക് ഓരോ വശത്തും ഇടത്തോട്ടും വലത്തോട്ടും തലതിരിച്ച് ആരാണ് മാറിയിരിക്കുന്നത്, ആരാണ് പുതിയ അത്ഭുതങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അത് അറിയാനുള്ള കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ആ നേരങ്ങളിലേക്ക് ഇതാ കടന്നെത്തുകയാണ്. ആ ആനച്ചന്തം ഇതാ നിരക്കുകയാണ്. ഓരോരുത്തരെയും ത്രസിപ്പിക്കുന്ന ആ വലിയ ആഘോഷത്തിന്റെ മാതങ്കലീല അതാ തൃശ്ശൂരിന്റെ ആ ആനച്ചന്തം. ഇരുവിഭാഗങ്ങളും 30 ആനകൾ 15 വീതം മുഖാമുഖം നിൽക്കുന്ന, അതിനുശേഷം ആ കുടമാറ്റത്തിന്റെ ആ പ്രസരിപ്പ് ലോകത്തിന് സമ്മാനിക്കുന്ന നിമിഷം. കഴിഞ്ഞവണ മെസ്സിയായിരുന്നു. മെസ്സി വന്നപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ അതൊരു ഞെട്ടിപ്പോയി. ഒരു കാഴ്ച, പുതിയ സാങ്കേതിക വിദ്യയെ കൂടി സമർത്ഥമായി സമന്വയിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം ലോകത്തിന് പുതിയ വിസ്മയങ്ങൾ സമ്മാനിക്കുന്നു. അത് ആ മത്സരമുണ്ടെങ്കിലും രണ്ടു കൂട്ടരും ഒന്നിച്ച് തന്നെയാണ്. ഞങ്ങൾക്കിതാ ലോകത്തിനോട് ചിലതൊക്കെ പറയാനുണ്ട്, അതുകൂടി കണ്ടിട്ട് ഇതാ നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോയിക്കൊള്ളൂ. അത് പറയുന്നുണ്ട് പാറമേക്കാവും തിരുവമ്പാടിയും. ഓരോ കൊല്ലവും ഈ ഘടകപൂരങ്ങളെ കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് വടക്കുന്നാഥന്റെ മുന്നിൽ ഇതാ കുടമാറ്റത്തിനായി ഗജവീരന്മാർ അണിനിരക്കുന്ന കാഴ്ചയാണ്.